السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي ويا أنيسي عند كل وحشتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم ستفترق أمتي على 73 ملة كلهم في النار إلا ملة واحدة. قالوا ما هي يا رسول الله؟ قال ما أنا عليه وأصحابي. وفي رواية أخرى وهي الجماعة. وفي رواية أخرى أهل السنة والجماعة. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൽത്തറ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ കർമ്മങ്ങളും എല്ലാവിധ പോരായ്മകളും പരിഹരിച്ച് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതകാലത്ത് വന്നുപോയ പാകപ്പിഴവുകളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി കൊടുത്ത് സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും വെളിച്ചവും ആസ്വദിച്ച് സന്തോഷത്തോടെ ഖബറിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അവരെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ നേതാക്കൾ, വിശിഷ്യ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, നമ്മുടെ കൽത്തർ ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാർക്കും ദീനിന്റെ ഖിദ്മത്തിലായി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അന്തസ്സോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് പൂർണ്ണമായ ഈമാനോടെ മരിക്കാനും അവർക്കും നമുക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് മനഃശാസ്ത്രപരമായ നല്ല ഒരു ക്ലാസ് ബഹുമാനപ്പെട്ട ഡോക്ടർ
അബ്ദുള്ള കുട്ടി സാർ ഇവിടെ എടുക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പുലർത്തേണ്ടുന്നതും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നതുമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് അതെല്ലാം. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ശാരീരികമായ ആരാധനകളിൽ വെച്ച് നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നിസ്കാരമാണ്. എന്നാൽ നിസ്കരിക്കണം എന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നിസ്കരിക്കണം എന്നതിന്റെ വിശദാംശങ്ങളൊന്നും ഖുർആനിൽ വ്യക്തമായി പറയുന്നില്ല. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണത്തിനും പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിലേക്കും വിട്ടുകൊടുത്തതാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, മറ്റു വിഷയങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്. എന്നാൽ കുടുംബ ജീവിതത്തിന്റെ വിഷയം അതങ്ങനെയല്ല. വിവാഹം കഴിച്ചത് മുതൽ മരണപ്പെട്ട് അനന്തര സ്വത്ത് എങ്ങനെ ഓഹരി ചെയ്യണം എന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനകൾ ഹദീസുകളിലും വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിപ്പിച്ച് ഇനി മറ്റൊരു നബി ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനില്ല, സർവകാലികവും സർവജനീനവും സാർവലൗകികവുമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്നിരിക്കെ ഇത്തരം നിസ്കാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണത്തിന് വിട്ടുകൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ വിശദീകരിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ കുടുംബ ജീവിതം കൃത്യവും വ്യക്തവുമായി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചു. എന്തിനു വേണ്ടിയാണത്? അത് സംസ്കാര സമ്പന്നമായ ഒരു കുടുംബം രൂപപ്പെടുമ്പോഴാണ് സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ആ സമൂഹത്തിലുള്ള ഓരോ അംഗങ്ങളും സംസ്കാര സമ്പന്നമായ മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കുമ്പോൾ ആ കുടുംബം ഉൾക്കൊള്ളുന്ന സമൂഹവും സംസ്കാര സമ്പന്നരും മാതൃകാ യോഗ്യരുമായി മാറും എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഭാര്യയും ഭർത്താവും എങ്ങനെ പെരുമാറണം, മക്കളോട് രക്ഷിതാക്കൾ എങ്ങനെ പെരുമാറണം, രക്ഷിതാക്കളോട് മക്കൾ എങ്ങനെ പെരുമാറണം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വ്യക്തവും കൃത്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ മനഃശാസ്ത്രപരമായി ബഹുമാനപ്പെട്ട ഡോക്ടർ വിശദീകരിച്ചതുകൊണ്ട് സുദീർഘമായി ഞാൻ അതിലേക്ക് ഇറങ്ങി വരുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ പല നിർവചനങ്ങളും അതിന് നൽകപ്പെട്ടത് കാണാം. ഒന്ന്, കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് ചിലർ നൽകിയ വിശദീകരണം. എന്നാൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഇങ്ങനെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഏത് വേണം?
പരസ്പരം സ്നേഹമുണ്ടാകണം. വെറുപ്പുണ്ടാകാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല, പരസ്പരം പാര വെക്കുന്നവരാകരുത്. എങ്കിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകും. മറ്റൊരർത്ഥം അതിന് ചിലർ നൽകിയിട്ടുള്ളത് എപ്പോഴും കൂടെയുള്ളത് എന്നാണ്. എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തത്, അതാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു കുടുംബം ഒരിക്കലും ഒരു വ്യക്തിക്ക് ആരുടെയും ആശ്രയമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പലരുടെയും സഹായങ്ങൾ നമുക്ക് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മാത്രം മതി, എനിക്ക് മറ്റാരും ആവശ്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് നല്ല സാലറിയുള്ള ജോലിയുണ്ട് എന്നൊന്നും പറഞ്ഞ് അഹങ്കരിക്കാൻ മനുഷ്യന് പറ്റില്ല. കാരണം മറ്റു പലരുടെയും സഹായം ഇല്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ആളുകളുടെ സഹായങ്ങളും മറ്റുമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന സമയത്ത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ചില നിയമങ്ങളും വ്യവസ്ഥകളും ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തവും കൃത്യവുമായിട്ട് തന്നെ പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് കാണാം. കുൻ കൻ നഹലി, നീ തേനീച്ചയെ പോലെയാകണം. വലാ തകുൻ കൽ ളുബാബ്, നീ ഈച്ചയെ പോലെയാകരുത്. രണ്ടും ഈച്ച തന്നെയാണ്. ഒന്ന് തേൻ നൽകുന്ന ഈച്ചയാണ്, മറ്റൊന്ന് തേൻ നൽകാത്ത ഈച്ചയാണ്. എന്താണ് ഈ തേനീച്ചന്റെ പ്രത്യേകത? പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ജീവികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉറുമ്പിനെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്നുണ്ട്. സൂറത്തുൻ നംല് എന്ന പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അതുപോലെ ഹുദ്ഹുദിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ജീവികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ നേർക്ക് നേരെ സന്ദേശം നൽകി എന്ന് പറഞ്ഞത് തേനീച്ചയെ കുറിച്ച് മാത്രമാണ്. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? നല്ലത് സ്വീകരിച്ച് നല്ലത് മാത്രമേ നൽകൂ എന്നതാണ്. തേനീച്ച പോകുന്നത് എങ്ങോട്ടാണ്? പുഷ്പങ്ങളുടെ തേൻ കുടിക്കാനാണ്. അപ്പൊ സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇനി തിരിച്ചു നൽകുന്നതോ അതും നല്ലതാണ്. ഫീഹി ശിഫാഉൻ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തേനിനെ സംബന്ധിച്ച് ഫീഹി ശിഫാഉൻ. തേൻ എന്ന് പറഞ്ഞാൽ പലതിനും ശമനം നൽകുന്ന ഒരു മരുന്ന് കൂടിയാണ് തേൻ. അപ്പൊ നല്ലത് സ്വീകരിക്കുകയും നല്ലത് തിരിച്ചു നൽകുകയും ചെയ്യുക എന്നതാണ് തേനീച്ചയുടെ സ്വഭാവം. ഈ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് നീ തേനീച്ചയെ പോലെയാകണം എന്നതില് പറയുന്നത്. രണ്ടാമത്തെ, തേനീച്ച അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ജീവിയാണ്. ജോലി ചെയ്യാൻ മടിയില്ല എന്നർത്ഥം. തേനീച്ചക്ക് ജോലിയെടുക്കാൻ മടിയില്ല. എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ തേനീച്ചകൾ പല നിലക്കുള്ള പുഷ്പങ്ങളിൽ നിന്ന് ഈ തേൻ സ്വീകരിക്കുന്നത്. ഒരു തേനീച്ച കൂട്ടിൽ, ഒരു സംഘത്തിൽ 1,00,000 വരെയും 1,50,000 വരെയൊക്കെ അംഗങ്ങളുള്ള വലിയ വലിയ കൂടുകൾ ഉണ്ടാകും. ഇത്രയും അധികം ആളുകൾ ഉണ്ടായിട്ടും ഇവർക്കിടയിൽ കച്ചറയില്ല. അതുപോലെ തന്നെ പരസ്പരം വിദ്വേഷമില്ല. എല്ലാവരും അവരിൽ അർപ്പിതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ നിലക്കുള്ള ഐക്യം ഇവരിൽ നമുക്ക് പ്രകടമാണ്. അതുപോലെ തന്നെ എപ്പോഴും ജാഗ്രതയുണ്ടാവും. ജാഗ്രത എന്ന് പറഞ്ഞാൽ ആ കൂടിനെ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ടോ മറ്റോ നോക്കിയ പുറം ഭാഗത്ത് ഒരുപാട് തേനീച്ചകൾ എപ്പോഴും ഉണ്ടാകും. അപ്പൊ എപ്പോഴും നല്ല കഠിനമായ ജാഗ്രത, ഇത് തേനീച്ചയുടെ ഒരു സ്വഭാവമാണ്. മറ്റൊന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിക്കുക എന്നുള്ള പരിപാടി തേനീച്ചക്കില്ല.
തേനീച്ച കൂടിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പണ്ഡിതന്മാര് പറയുന്നത് എഞ്ചിനീയർമാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നിലക്കുള്ള അത്രയും കൃത്യവും വ്യക്തവുമായിട്ടാണ് തേനീച്ചയുടെ കൂട് അത് നിർമ്മിക്കുന്നത്. അപ്പൊ ഇത്രയും കൂടുതൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിക്കുക എന്ന സ്വഭാവം തേനീച്ചക്കില്ല. മാത്രവുമല്ല, നേതൃത്വത്തെ അംഗീകരിക്കും എന്നതാണ് മറ്റൊന്ന്. തേനീച്ചക്കൂടിൽ ഒരു റാണി ഉണ്ടാകും. ഈ റാണി എന്താണോ പോകുന്നത് അവിടേക്ക് എല്ലാവരും പോകും. ഈ റാണിയെ അംഗീകരിക്കുക എന്നതിൽ തേനീച്ചക്ക് ഏതുണ്ട്? വലിയ ഐക്യമാണുള്ളത്. ഇങ്ങനെ 5 കാര്യങ്ങൾ, 5 ഗുണങ്ങൾ തേനീച്ചയിൽ ഉള്ളത് കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ തേനീച്ചയെ പോലെയാകണം. അതേ സമയത്ത് ഈച്ചയുടെ സ്വഭാവം എന്താണ്? വലാ തകുൻ കദുബാബിൻ ഫിൽ ജുറൂഹി വക ദൂന സിഹാഇ മിനൽ അളാഇ മുസ്തലിമാ. ഈച്ചയുടെ സ്വഭാവം എപ്പോഴും മുറിവ് എവിടെയാണോ ഉള്ളത് അവിടെ പോയി മാത്രമേ ഇരിക്കുകയുള്ളൂ. അതായത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണുക എന്നതാകരുത് മനുഷ്യന്റെ സ്വഭാവം. ഈച്ചയുടെ സ്വഭാവം അതാണ്. ഒരു അവയവത്തിൽ എവിടെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ മാത്രമേ ഈച്ച പോയിരിക്കൂ. അതേ സമയത്ത് മുറിവില്ലാത്ത നല്ല സ്ഥലങ്ങൾ ഒരുപാട് ശരീരത്തിലുണ്ടാകും, അവിടെ ഈച്ച ഇരിക്കില്ല. അപ്പൊ ഈ സ്വഭാവം മനുഷ്യനുണ്ടാകരുത്. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തേനീച്ചയുടെ 5 സ്വഭാവങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകണമെന്നാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ കുടുംബത്തിലെ ഓരോ മെമ്പർമാരും ഈ 5 സ്വഭാവമുള്ളവരായാൽ, അതായത് ഓരോ ആളുകളിലേക്കും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. പിതാവിന് ഒരു ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തം പിതാവ് കൃത്യമായി നിർവഹിക്കണം. മാതാവിന് ഒരു ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തം മാതാവ് കൃത്യമായി നിർവഹിക്കണം. മക്കൾക്ക്, വലിയ മക്കൾക്ക് ചില ഉത്തരവാദിത്തമുണ്ട്, അത് അവർ നിർവഹിക്കണം. ചെറിയ മക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് അവരും നിർവഹിക്കണം. അങ്ങനെ ഉത്തരവാദിത്തം ഉണ്ടാവുകയും വീട്ടിൽ ഒരു കുടുംബനാഥൻ, വീട് അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നോക്കുകയും ചെയ്യേണ്ടത് കുടുംബിനിയാണ്. അതേ സമയത്ത് ഈ വീട് താങ്ങി നിർത്തുന്നത് ആരാണ്? അത് കുടുംബനാഥനുമാണ്. ആ കുടുംബനാഥനാണ് യഥാർത്ഥത്തിൽ ആ വീടിന്റെ നെടുംതൂണ്. അതുകൊണ്ട് ആ നെടുംതൂണിനെ, നേതൃത്വത്തെ അംഗീകരിക്കാൻ ആ കുടുംബത്തിലുള്ള ഓരോ മെമ്പർമാരും തയ്യാറാകണം. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഇന്ന ഔഹനൽ ബുയൂത്തില ബൈത്തുൽ അങ്കബൂത്ത്. വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായ വീട് 8 വീടാണ്. 8 വല നമ്മളൊക്കെ കാണാറുണ്ടല്ലോ. നേരം വെളുക്കുന്നത് വരെ അധ്വാനിച്ചൊരു വല ഉണ്ടാക്കും, 8 വല. എന്നിട്ട് ഇയാൾ അവന്റെ ഏതോ ഒരറ്റത്ത് ഒളിഞ്ഞിരിക്കും. നമ്മളാരോ പോയി കൈകൊണ്ട് ഇങ്ങനെ ആട്ടിയാന്ന് പൊളിക്കുകയും ചെയ്യും. അത്രയും ദുർബലമാണ്. പക്ഷെ അവിടെ അല്ലാഹു തആല പറയുന്നത് അതല്ല. യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത് ഈ 8 കുറിച്ച് പഠിച്ചാലാണ് മനസ്സിലാകാം. ഈ 8 പെണ്ണ് ആണിനെ ഉണർച്ചയിൽ ബന്ധപ്പെടാൻ അനുവദിക്കൂല. പിന്നെ 8 ഇണ ചേരുന്നത് ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ ഇണ ചേർന്ന് ഒരു 8 മുട്ട വിരിഞ്ഞാൽ അതിൽ 100ഉം 200ഉം ഒക്കെ മക്കളുണ്ടാവും. പിന്നെ ഈ തള്ളയും മക്കളും കൂടിയിട്ട് പിതാവിനെ തിന്നാണ് ചെയ്യുക. അതാണ് നിങ്ങൾ 8 കുഞ്ഞുങ്ങളെ പോലെയാകരുത് എന്ന് സാധാരണ പറയാറുണ്ട്. 8 എന്താ ചെയ്യുക? തള്ളയും മക്കളും കൂടിയിട്ട് ആരെ തിന്നും? പിതാവിനെ തിന്നും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ, പെൺ ആധിപത്യമുള്ള വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകൂല എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ നേതാവ് ആര് തന്നെയാണ്? കുടുംബനാഥനാണ്. അതേ സമയത്ത് കുടുംബനാഥന്മാര് അവർക്ക് ഭാര്യമാരോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ല, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റവും ഉത്തമയായ കുടുംബിനിയുടെ വിശേഷണങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭിച്ചാൽ തീർച്ചയായും ഇഹത്തിലും പരത്തിലുമുള്ള സൗഭാഗ്യം അവന് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്ന ചില കാര്യങ്ങളുണ്ട്. ഖൈറുൻ നിസായി, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്തമയായ സ്ത്രീ, അല്ലത്തി, ഒരു സ്ത്രീയാണ്, ഇദാ നളർത ഇലൈഹ, നീ അവളിലേക്ക് നോക്കിയാൽ, ഭർത്താവിനോടാണ് പറയുന്നത്, സർറത്തുക, അവൾ നിന്നെ സന്തോഷിപ്പിക്കും. വൈദാ അമർതഹ, നീ അവളോട് വല്ല കാര്യങ്ങളും നിർദ്ദേശിച്ചാൽ, അതായത്തുക, അവൾ നിനക്ക് വഴിപ്പെടും. വൈദാ ഗിബ്ത അൻഹ, നീ വീട്ടിലില്ലാത്ത സമയത്ത്, ഹഫ്ളത്തുക, നിനക്ക്, കുടുംബനായകനായ നിനക്ക് അവൾ സംരക്ഷണം നൽകും. ഫീ നഫ്സിഹാ വമാലിഹാ, എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിലും, അവളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സമ്പത്ത്, ആ ഭർത്താവിന്റെ സമ്പത്തിലും അതുപോലെ തന്നെ അവളുടെ ശരീരത്തിലും നിനക്കവൾ സംരക്ഷണം നൽകും. ഇങ്ങനെയുള്ള ഒരു ഭാര്യയാണ് സ്ത്രീകളിൽ വച്ച് ഏറ്റവും ഉത്തമയായ സ്ത്രീ, ഭാര്യ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർബഉൻ, 4 കാര്യങ്ങൾ, മൻ ഉഅതിയഹുന്ന, 4 കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ, ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലുമുള്ള നന്മകൾ അയാൾക്ക് ലഭിച്ചു. 4 കാര്യങ്ങൾ ലഭിച്ചാൽ. ഏതാണ് 4 കാര്യങ്ങൾ? 1, കൽബൻ ഷാക്കിറ, നന്ദിയുള്ള ഹൃദയം. നന്ദിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നന്ദി. എന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തീർക്കാനോ അതിന് നന്ദി കാണിക്കാനോ മനുഷ്യരായ നമുക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ തന്നെ നിങ്ങൾക്ക് കഴിയൂല. ഇത്ര അനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്ന ലിസ്റ്റ് തയ്യാറാക്കാൻ നമുക്ക് സാധ്യമല്ല. ലിസ്റ്റ് തയ്യാറാക്കിയാലല്ലേ പിന്നെ നന്ദി കാണിക്കൽ. അതുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളുമായി നോക്കുമ്പോൾ നമ്മൾ താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്, മുകളിലുള്ളവരിലേക്കല്ല. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വീട് തൊട്ടടുത്ത് വലിയൊരു വീട് വന്നാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചല്ലോ നേരത്തെ. നമ്മൾ അങ്ങോട്ടല്ല നോക്കേണ്ടത്, പിന്നെ എങ്ങോട്ടാ നോക്കേണ്ടത്? അൽഹംദുലില്ലാ, എനിക്കിപ്പോ ഈ നിലക്കുള്ള ഒരു വീട് എനിക്കുണ്ടല്ലോ, എന്റെ അപ്പുറത്തുള്ള ആൾക്ക് വീട് ഇത്രയും വലിയ വീടില്ലല്ലോ. അവിടെ ചെറുപ്പത്തിലേക്കാണ് നോക്കേണ്ടത്, താഴോട്ടാണ് നോക്കേണ്ടത്. അതേ സമയത്ത് പരലോകത്തേക്കുള്ള കാര്യമാണെങ്കിൽ മുകളിലേക്കാണ് നോക്കേണ്ടത്. അയാൾ എന്നേക്കാൾ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്കും അങ്ങനെ ചെയ്യാൻ കഴിയണം എന്നാണ് അവിടെ ചിന്തിക്കേണ്ടത്. അപ്പൊ 1, നന്ദിയുള്ള ഹൃദയം. വലിസാനൻ ദാഖിറൻ, ദിക്ർ ചൊല്ലുന്ന നാവ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ബാത്റൂമിലല്ലാത്ത സമയത്ത് ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് ദിക്ർ. അതേ സമയത്ത് ആർത്തവമുള്ള സമയത്ത്, അതുപോലെ തന്നെ വലിയ ശുദ്ധിയുള്ള സമയത്തൊന്നും ഖുർആൻ ഓതാൻ പാടില്ല. അതേ സമയത്ത് തന്നെ ഖുർആനിൽ വന്ന ചില ദിക്റുകൾ ഉണ്ടാവും. ഉദാഹരണമായി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തുടങ്ങിയ ദിക്റുകളായി വന്നത് ഏത് സമയത്തും ചൊല്ലാമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവ്. വബദനൻ അലൽ ബലാഇ സ്വാബിറാ, എന്ത് പ്രയാസങ്ങൾ വന്നാലും ക്ഷമിക്കുന്നതായ ഒരു ശരീരം. രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല രോഗങ്ങളും നൽകിയിട്ടുണ്ടാകും. ഒരുപാട് രോഗമുള്ളവർ നമ്മുടെ ഈ സദസ്സിലുണ്ടാകും. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളും പൂർണ്ണമായും ശിഫയാക്കി തരുമാറാകട്ടെ. എന്തിനാണ് അല്ലാഹു തആല നമുക്ക് രോഗം നൽകുന്നത്? നമ്മളെ പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനയുള്ള ഒരു രോഗം നൽകി. അതിന്റെ പേരിൽ അവൻ ക്ഷമിച്ചാൽ
അതിൻ്റെ പേരിൽ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും എന്ന് മാത്രമല്ല അവന്റെ പദവികൾ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. കാലിൽ ഒരു മുള്ള് തറച്ചാൽ വരെ അതിന്റെ പേരിൽ വിശ്വാസിയായ മനുഷ്യനാകുമ്പോൾ അവന് പ്രതിഫലം ലഭിക്കും. അല്ലാഹു തആല ദോഷം പൊറുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗം വരുന്ന സമയത്ത് എന്താണ് അല്ലാഹു തആല എന്നെ എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത്, ഞാനിപ്പോ എന്തേ അള്ളാഹിനോട് ചെയ്ത് എന്നൊന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ മേലിൽ തിരിയാതെ ക്ഷമ കൈക്കൊണ്ടോ എങ്കിൽ അത് ഏറ്റവും വലിയ ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന കാര്യമാണ് എന്ന് ഈ ഹദീസിൽ പറയുന്നു. ഇനി പറയുന്ന കാര്യം വസൗജത്തൻ, ഒരാൾക്ക് ഒരു ഭാര്യയെയും ലഭിച്ചു. എങ്ങനെയുള്ള ഭാര്യയാണ്? ലാ തബഗീഹി ഖൗനൻ ഫീ നഫ്സിഹാ, ഒരിക്കലും ഈ ഭർത്താവിനെ ഭാര്യ വഞ്ചിക്കുകയില്ല. വലാ മാലിഹി, ഭർത്താവിന്റെ സമ്പത്ത്. എത്രയെത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഭർത്താവ് ഗൾഫിൽ പോയി, അവിടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, ഗൾഫിൽ പോയ ആളുകൾക്ക് അവിടുത്തെ അധ്വാനം അറിയുള്ളൂ. കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പണമയക്കുന്നു. ഈ ഭാര്യ മറ്റൊരാളുമായി സ്നേഹം സ്ഥാപിക്കുന്നു. ഈ അയക്കുന്ന പണമെല്ലാം അവന് നൽകുന്നു. ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ നമ്മുടെ നാടുകളിൽ തന്നെ ഉണ്ട്, ഇവിടെയുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവെ റിപ്പോർട്ട് വാർത്തകൾ വരുന്നതാണ്. അതേ സമയത്ത് നമ്മൾ ഭർത്താക്കന്മാര് വീട്ടിലില്ലാത്ത സമയത്ത് ഒരു പിരിവുകാരൻ വന്നു, ഏതൊരു സ്ഥാപനത്തിന്റെ പിരിവുകാരൻ വന്നു. എന്നാൽ ഈ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ആ ഭാര്യക്ക് പിരിവ് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചർച്ച കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ഒരു മിതമായ നിലക്കുള്ള ഒരു പിരിവ് ഈ ഭാര്യക്ക് ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാം, അതിന് ഭർത്താവിന്റെ സമ്മതം വാങ്ങേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പൊ ഈ നിലക്കുള്ള സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ച് ഉള്ള ഒരു ഭാര്യയാണ് ഉത്തമ ഭാര്യയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഭാഗമാണ് അസ്സൗജത്ത സ്വാലിഹ, സച്ചരിതയായ ഒരു ഭാര്യ. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ നൽകണം, ഹസനത്ത് നൽകണം. ഈ ഹസനത്തിന് അധിക പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം അൽ മർഅത്തു സ്വാലിഹ എന്നാണ്, സജ്ജനയായ ഒരു സ്ത്രീ. കാരണം ഇപ്പൊ പുരുഷന്മാരുടെ ഭാഗം ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗം നീ പറയും. കാരണം നമ്മുടെ പങ്കാളി ശരിയല്ലെങ്കിൽ ആ മനുഷ്യൻ എന്തുണ്ടായിട്ടും കാര്യമില്ല, ജീവിതത്തിൽ ഒരു സ്വൈരം ഉണ്ടാവില്ല. പിന്നെ വൽ മസ്കന സ്വാലിഹ, സൗകര്യപ്രദമായ ഒരു വീട്. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. സൗകര്യപ്രദമായ ഒരു വീട് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സമ്പന്നന്റെ വീട് പോലെ എനിക്കും വീട് വേണം എന്നാഗ്രഹിക്കാൻ പാടില്ല. ഓരോ ആളുകളോടും അനുയോജ്യമായ വീട് എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ സാമ്പത്തിക ശേഷിയും അയാളുടെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള അയാളുടെ നിലവാരത്തിനോടുള്ള ഒരു വീട്, അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. അതേ സമയത്ത് യൂസുഫ് അലി സാറിന്റെ വീട് പോലത്തെ വീട് എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടുണ്ടോ? മസലൻ ഉദാഹരണം പറഞ്ഞാണ്, അത് പറ്റൂല. പിന്നെ വൽ മർക്കബ സ്വാലിഹ, യാത്രക്ക് ഉപകാരപ്രദമായ ഒരു വാഹനം, ഇതും ഇസ്ലാം അംഗീകരിച്ചതാണ്. ആ മൂല്യരെന്താ ഇപ്പൊ കാറ് പോണ് എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഒരു വാഹനം എല്ലാവർക്കും ഇസ്ലാം അംഗീകരിച്ചതാണ്. പക്ഷേ ഏപ്പിസ്ഥാന്റെ വാഹനം പോലത്തെ വാഹനം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടുണ്ടോ? ഇല്ല. അത് ഓരോരുത്തരോടും അനുയോജ്യമായ വാഹനമായിരിക്കണം. അതാ പറയുന്നത് വൽ മർക്കബ സ്വാലിഹ. ഇനി വഇന്ന മിന ശിഖായി, പരാജയത്തിന്റെ ഭാഗമാണ് അസ്സൗജത്ത സൂഅ, ദുസ്വഭാവിയായ ഭാര്യ. വൽ മസ്കന സൂഅ, ഉപകാരപ്രദമല്ലാത്ത സൗകര്യപ്രദമല്ലാത്ത വീട്. വൽ മർക്കബ സൂഅ എന്ന് പറഞ്ഞാൽ നമ്മൾ അർജന്റായിട്ട് സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങാണ്, അപ്പൊ വാഹനം ഷാർട്ടാക്കുമ്പോ ഷാർട്ടാകണില്ല. പിന്നെ ഞാൻ അന്നത്തെ എല്ലാ മൂടും പോയി, പിന്നെ അന്നൊരു സംഗതി ഏതാവൂല, ശരിയാവൂല. അപ്പോൾ ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ സൗകര്യമായ ഒരു വാഹനം, ഈ 4 കാര്യങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഇത് ഈ ഭാര്യയുടെ സ്വഭാവമാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത്.
എന്നാ തിരിച്ച് ഭർത്താവ് അങ്ങോട്ടോ? ഭർത്താവിന്റെ സ്വഭാവവും ഈ പറഞ്ഞതൊക്കെ നേരെ ഭർത്താവിനും ബാധകമാണ്. ചില ആളുകൾ പുറത്തുള്ള ആളുകളോടൊക്കെ നല്ല സ്വഭാവമായിരിക്കും, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവമായിരിക്കും. വീട്ടിൽ ചെന്നാൽ ഒരു ആഫ്രിക്കൻ പുലി. ഈ സ്വഭാവം ആർക്കും പാടില്ല, ഭർത്താക്കന്മാർക്കും പാടില്ല. ഭർത്താക്കന്മാർ ഭാര്യമാരോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ പുറത്തുള്ള ഒരാൾക്ക് ഉസ്താദിന് ഫോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അസ്സലാമു അലൈക്കും എന്നറിയും. ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ഭർത്താവ് ഭാര്യനോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന എത്ര ആളുണ്ടാവും? കയ്യൊന്തിക്കാഞ്ഞിപ്പോ ഞാൻ പറയുന്നില്ല. എത്ര ആളുണ്ടാവും ഭാര്യക്ക് ഫോൺ ചെയ്യുമ്പോൾ ഏത് അസ്സലാമു അലൈക്കും? അല്ല, ഭാര്യ ഭർത്താവിന് ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ടാവും? സലാം പറയുക എന്ന് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം നിങ്ങൾ സ്നേഹമുള്ളവരാകും. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കത് അറിയണം നബിയേ. അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഭാര്യ ഭർത്താവിന് ഫോൺ ചെയ്യുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ അനങ്ങിയാൽ ത്വലാഖ് ചൊല്ലുക. ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ മതി, ഭക്ഷണത്തിൽ ഉപ്പേറിയാൽ മതി, എന്റെ 3 തലാഖും ചൊല്ലി പോയിക്കോ, നീ ഇവിടെ വേണ്ട എന്ന് പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളടുത്ത് വരാറുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് വന്നു. ഒരു കുട്ടിന്റെ കൈ പിടിച്ചിട്ടുണ്ട്, ചെറിയൊരു കുട്ടിനെ തോളിലിട്ടിട്ടുണ്ട്. അങ്ങനെ മർക്കസിൽ വന്നു. അപ്പൊ എന്താ വന്നത്? ഞാൻ എൻ്റെ ഭാര്യനെ 3 തലാഖും ചൊല്ലി. അപ്പൊ ഈ വിഷയം നിങ്ങൾ എങ്ങനെ ചൊല്ലിയത് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം ചൊല്ലിയത് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരാളോട് പറഞ്ഞു അങ്ങനെയല്ല, 3 തലാഖും പോകൂല, 3 തലാഖും പോകണമെങ്കിൽ ഇങ്ങനെ ചൊല്ലണം എന്നാണ് ആ ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം അടിക്കേണ്ട ആ ഉസ്താദിനെയാണ് പറഞ്ഞു. ഇയാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ട് ഒരു ഉസ്താദ്? ആദ്യം അയാളെ പൊട്ടിക്കണം എന്നാണ് ഞാൻ. അങ്ങനെ അപ്പൊ നിബന്ധന ഒത്ത 3 തലാഖ് എന്നെ ഇപ്പൊ ചൊല്ലിയത്. അപ്പൊ എന്തിനാ നിങ്ങൾ തലാഖ് ചൊല്ലിയത് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഇയാള് പറയുന്ന കാരണം, ഞങ്ങളെ നാട്ടിൽ ഒരു വഅലിന്റെ മജ്‌ലിസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഭാര്യയും ഞാനും ഒന്നിച്ചാണ് വഅലിന് പോകാറുള്ളത്. ഒരു ദിവസം ഭാര്യ വഅലിന് പോന്നില്ല, എന്നെ പറഞ്ഞയച്ചു. അങ്ങനെ എന്നെ പറഞ്ഞയച്ചപ്പോ എന്താണ് ഇപ്പൊ ഇന്ന് ഭാര്യ വഅലിന് വരാത്തത്? അപ്പൊ എനിക്ക് തോന്നി, അവിടെ ഞാൻ വഅലിന് പോയ സമയത്ത് വേറെ ആരോ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി, അതിനാണ് തലാഖല്ലേ. എന്നാ വന്നതായി വല്ല തെളിവുണ്ടോ? ഒരു തെളിവില്ല. ഇതിനാണ് 3 തലാഖും ചൊല്ലിയത്. ഇനി തിരിച്ചെടുക്കാൻ വല്ല വകുപ്പുണ്ടോ ഉസ്താദേ എന്നാണ് ഇപ്പൊ ഇയാൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു വകുപ്പില്ല. അതുകൊണ്ടാണ് ഇസ്ലാം ആ നിയമം ഇത്രയും കർക്കശമാക്കിയത്. ഇങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കി വിടേണ്ട ഒരു ബന്ധമല്ല ഈ വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഏതാണ്? ആദ്യമായി ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ഉപദേശം നൽകണം. വല്ല പിണക്കമുണ്ടെങ്കിൽ 1-ാം ഘട്ടം ഉപദേശം നൽകുക എന്നതാണ്. ഭാര്യനോട് പറയാ, നിനക്കെന്താണ് പ്രശ്നം? എന്നെ പറ്റാത്ത വല്ല പ്രശ്നമുണ്ടോ? എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് 2-3 മക്കളില്ലേ? ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചില്ലേ? ഇനി എന്താണ് പ്രശ്നം എന്ന നിലക്ക് ഉപദേശങ്ങൾ നൽകണം. ഇനി ഉപദേശം നൽകിയിട്ടും ഫലിക്കുന്നില്ലെങ്കിൽ ഫഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറയിൽ അവരോട് വെടിയണം. വേറൊരാള് വിളിച്ച് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് 3 മാസമായി. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു.
ഒന്നുമില്ല, ഖുർആനിൽ പറഞ്ഞില്ലേ ഫഹ്ജുറുഹുന്ന ഫിൽ മലാജി, അതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ പോണില്ല. ഇതല്ല ഫഹ്ജുറുഹുന്ന ഫിൽ മലാജി എന്ന് പറഞ്ഞാല് വീട്ടിൽ ചെല്ലണം, എന്നിട്ട് 2 റൂമിൽ കിടക്കണം. വീട്ടിൽ തന്നെ വരുന്നില്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഭർത്താവ് ഇപ്പൊ വീട്ടിലെത്തിയിട്ടും എന്താണ് എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നീ ഭാര്യയെ ചിന്തിപ്പിക്കാനാണത്. ഭാര്യയെ ചിന്തിപ്പിക്കാനുള്ള മാർഗമാണ്, സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ നിർദ്ദേശം. അപ്പൊ ആദ്യമായി ഉപദേശം നൽകി, രണ്ടാമത് കിടപ്പറയിൽ വെടിഞ്ഞു, മൂന്നാമത് വളിരിബൂഹുന്ന, അവരെ നിങ്ങൾ അടിക്കണം. അടിക്കണം എന്ന് പറഞ്ഞാൽ വലിയ ചുവരിലെടുത്ത് പോലീസ് അടിക്കും പോലെ അടിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വൈറ മുബരിഹിൻ, മുറിവുണ്ടാക്കാത്ത നിലക്കുള്ള അടിയാണ് അവിടെ പറയുന്നത്. കാരണം ഈ ഭാര്യയുടെ മനസ്സിൽ ഈ ഭർത്താവിനോട് സ്നേഹത്തിന്റെ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തന്റെ പ്രിയതമനിൽ നിന്ന് ചെറിയൊരടി കിട്ടിയാൽ അവൾക്കത് താങ്ങാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വല്ല സ്നേഹവും അവശേഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ അടി നിർദ്ദേശിക്കുന്നത്. എന്നല്ലാതെ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഭാര്യനെ അടിച്ച് കയ്യും കാലും ഓടിക്കണം എന്നല്ല ഈ പറയുന്നത്. നാലാമത്, എന്നിട്ടും പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ ഈ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ, ഓരോ ഭാര്യയുടെ ഭാഗത്തിൽ നിന്നുള്ള കാരണന്മാര്, അതുപോലെ തന്നെ ഭർത്താവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കാരണന്മാരൊക്കെ ഒന്ന് കൂടിയിട്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്ന് പഠിച്ച് എങ്ങനെയെങ്കിലും ഇത് രണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇല്ലേ എന്ന ശ്രമം നടത്തണം. അങ്ങനെ അവര് കൂടി കാരണന്മാരൊക്കെ ചർച്ച നടത്തി ഇവർക്ക് ബോധ്യപ്പെടുന്നത് ഇതിനി എന്തായാലും മുന്നോട്ട് പോകൂല എന്നാണ്. എന്നാൽ അവര് നിർദ്ദേശിക്കുന്നതനുസരിച്ച് 1 തലാക്ക് ചൊല്ലുക, ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഈ 1 തലാക്ക് ചൊല്ലണമെങ്കിൽ എവിടെ എത്തണം? ഈ പറഞ്ഞ 4 ഘട്ടങ്ങൾ കഴിയണം, എന്നിട്ടേ 1 തലാക്ക് ചൊല്ലാവൂ. ഭക്ഷണത്തിൽ ഉപ്പേറിയതിനും കട്ടൻ ചായ പറഞ്ഞ സമയത്ത് കിട്ടാത്തതിനും ചെല്ലാനുള്ള ഒന്നല്ല ഈ തലാക്ക്. അങ്ങനെ 1 തലാക്ക് ചൊല്ലി, എന്നാൽ ഈ ഭർത്താവിന് ഈ പ്രഷർ കൂടാന്ന് പറഞ്ഞാലേ അത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അതാണ് കഴിഞ്ഞാൽ പിന്നെ തോന്നിയത് മടക്കിയെടുക്കാൻ വല്ല ഒപ്പുണ്ടോ, അതാണ് ഇപ്പൊ ഈ കുട്ടീനെയും തോളിലിട്ട് വരുന്നത്. അപ്പൊ അതിനു വേണ്ടി ഇസ്ലാം പറഞ്ഞു, ഇദ്ദയുടെ കാലയളവിൽ, ഇദ്ദ എന്ന് പറഞ്ഞാൽ 3 ശുദ്ധി കഴിയുക. ത്വലാക്ക് ചൊല്ലിയ ശുദ്ധിയിലാണെങ്കിൽ പിന്നീട് 3 ശുദ്ധി കഴിയണം. ആ സമയത്തുള്ള ഒന്നായിട്ട് പരിഗണിക്കും. പിന്നെ ആർത്തവമുണ്ടായി, വീണ്ടും ശുദ്ധിയായി, പിന്നെ ആർത്തവമുണ്ടായി, വീണ്ടും ശുദ്ധിയായി, പിന്നെ ആർത്തവമുണ്ടാകുക. അപ്പൊ 3 ശുദ്ധിയായി. പിന്നെ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് ഒരു 40-ൽ താഴെ ദിവസങ്ങളേ ഉള്ളൂ. ഈ കാലയളവിൽ വേണമെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാം. അവിടെ പിന്നെ ഒന്നും വേണ്ട, ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ ഭാര്യയായി. ഇല്ല, ആ ഇദ്ദയും കഴിഞ്ഞു പോയി. ഇനി വേണമെങ്കിൽ ഈ ഭർത്താവിനും ഭാര്യക്കും ഒന്നിച്ച് ജീവിക്കണം എന്ന് കണ്ടാൽ വീണ്ടും വിവാഹം കഴിക്കാം. പിന്നെ വിവാഹം കഴിച്ചാൽ 2 ചാൻസേ ഉണ്ടാവുള്ളൂ, 3 ചാൻസ് ഉണ്ടാവില്ല. അങ്ങനെ വീണ്ടും ഇവരേതായി ഒരുമിച്ചു, വീണ്ടും പ്രശ്നമായി. എന്നി വീണ്ടും ഒറ്റയടിക്ക് എല്ലാം പറ്റുമോ? ഇല്ല. ഈ 4 ഘട്ടങ്ങൾ പിന്നെയും കഴിയണം. 4 ഘട്ടങ്ങൾ പിന്നെയും കഴിഞ്ഞ് പോയി അവിടെയും വേണം ഈ കുടുംബങ്ങൾ തമ്മിൽ ചർച്ച നടത്തുക. ചർച്ച നടത്തിയിട്ട് ഇനി ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ 1 തലാക്കും കൂടിയും ചെല്ലാം. ഇപ്പൊ 2ആയി. 1 തലാക്കും കൂടിയും ചെല്ലാം, അപ്പൊ 2ആയി. ഇനി ആ തലാക്ക് ചൊല്ലിയാലും ഈ ഇദ്ദയുടെ കാലയളവിൽ വേണമെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാം. അതും കഴിഞ്ഞ് ഇദ്ദയുടെ കാലയളവും കഴിഞ്ഞു പോയാൽ പുനർവിവാഹം വീണ്ടും നടത്താം. പക്ഷെ പിന്നെ നടത്തിയാൽ 1 തലാക്കേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. വീണ്ടും ഇവര് പ്രശ്നമായാൽ അപ്പോൾ ചെയ്യേണ്ടതാണ് 3ാമത്തെ തലാക്ക്. ഇങ്ങനെ 2 പ്രാവശ്യം പരിശോധിച്ചിട്ട് ഇവര് തമ്മിൽ ഒത്തുപോകൂല എന്ന് കണ്ട് 3ഉം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നടക്കുവോ? ഇല്ല. പിന്നെ വേണമെങ്കിലാണ് ഈ സ്ത്രീയെ മറ്റൊരാൾ കല്യാണം കഴിക്കണം, എന്നിട്ട് അവര് തമ്മിൽ ബന്ധപ്പെടണം, എന്നിട്ട് സ്വമേധയാ അവൻ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അതിന്റെ ഇദ്ദയും കഴിഞ്ഞ് ആദ്യ ഭർത്താവിന് തിരിച്ചെടുക്കാം.
എന്ന് ഇസ്ലാം വെച്ചത് അതാണ്. കാരണം ഇത് കളിക്കാനുള്ള ഒന്നല്ല ഈ ത്വലാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു നിയമം ഈ 3-ാം ഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇവിടെ നിർദ്ദേശിച്ച ത്വലാഖുമായി നിർദ്ദേശിച്ച എല്ലാ വിഷയങ്ങളും മനഃശാസ്ത്രപരമായിട്ട് ഉള്ളതാണ്. ഇനി ഒരു കട്ടൻ ചായ കിട്ടാൻ വൈകിയതിന് ദേഷ്യപ്പെടേണ്ടവരാണോ സ്ത്രീകൾ? ഒരിക്കലും അല്ല. ഇസ്ലാമിക നിയമമനുസരിച്ച് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഭാര്യക്ക് നിർബന്ധമില്ല. ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത്, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഭാര്യക്ക് നിർബന്ധമല്ല. അതുപോലെ തന്നെ ഭർത്താവിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കൽ ഭാര്യമാർക്ക് നിർബന്ധമല്ല. എന്ന് മാത്രമല്ല, ഈ ഭാര്യയുടെ വീട്ടിൽ വേലക്കാര് പതിവുണ്ടെങ്കിൽ ഒരു വേലക്കാരനെ വെച്ചു കൊടുക്കാൻ കഴിവുള്ള ആളെ പെണ്ണിനെട്ടാൻ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ പിന്നെ ഇവർ ഈ ചെയ്യുന്ന മുഴുവനും ഏതാണ്? സൗജന്യമായി ചെയ്യുകയാണ് എന്നൊരു ബോധം പുരുഷന്മാരായ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ഈ അലക്കി കൊടുക്കുന്നതിന് സ്ത്രീകളും തീരുമാനിക്കാൻ പാടില്ല. ഇനി നാളെ മുതൽക്ക് ഭക്ഷണം ഉണ്ടാക്കാന് ഞങ്ങളോട് ആവശ്യപ്പെടാൻ പാടില്ല. വേണമെങ്കിൽ അലക്കിക്കോളി നിങ്ങളെ വസ്ത്രം, ഇന്നലെ അതല്ലേ പറഞ്ഞ് എന്ന് സ്ത്രീകളും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് സ്വഹാബി വനിതകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാരെ എല്ലാം കൊണ്ടുപോയി എന്നാണ് ജിഹാദ്, യുദ്ധം. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് യുദ്ധം ചെയ്യുക എന്നത്. യുദ്ധത്തിന്റെ പ്രതിഫലം, സ്ത്രീകൾക്ക് യുദ്ധത്തിന് പോകാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് അതിന്റെ പ്രതിഫലം അവർ കൊണ്ടുപോയി. അതുപോലെ തന്നെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക, ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ്. അതും സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്കേ ഉള്ളൂ. അതാണ് അതുകൊണ്ട് നബിയെ, ഞങ്ങൾക്ക് എന്ത് പുണ്യമാണ് ഉള്ളത്, ഞങ്ങൾക്ക് എങ്ങനെ അവരുടെ സ്ഥാനത്തെത്താൻ കഴിയും എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി സഹോദരിമാര് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്താണത്? മിഹ്നത്തു യഹ്ദാകുന്ന ഫീ ബൈതിഹാ, നിങ്ങളിൽ നിന്നുള്ള ഒരുത്തി അവളുടെ വീട്ടിൽ ചെയ്യുന്ന സേവനങ്ങൾ. അത് നിർബന്ധമുള്ളതാണെങ്കിൽ പിന്നെ അതിന് സേവനം എന്ന് പറയില്ല. നിർബന്ധ ബാധ്യതയാണെങ്കിൽ അതിന് ഏത് പറയില്ല? സേവനം എന്ന് പറയില്ല. അത് വീട് വൃത്തിയാക്കുക, ഭർത്താവിന്റെ സന്താനങ്ങളെ പരിപാലിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. മിഹ്നത്തു യഹ്ദാകുന്ന ഫീ ബൈതിഹാ, നിങ്ങളിൽ നിന്നുള്ള ഒരുത്തി അവളുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ തുദിരിക്കു, അത് എത്തിക്കും അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. പുരുഷന്മാരൊക്കെ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് നടത്താൻ വേണ്ടി പോകുന്നു. നിങ്ങൾ അതിന് പോകേണ്ടതില്ല. അവർ ജിഹാദ് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളുടെ ഉള്ളിലിരുന്ന് വീട്ടുജോലികൾ ചെയ്താൽ ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിർബന്ധ ബാധ്യത ഉണ്ടോ ഇല്ലേ എന്നതാണ് നാം പറഞ്ഞത്. അതില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഹംസഹാ, ഒരു സ്ത്രീ അവളുടെ 5 നേരത്തെ നിസ്കാരങ്ങൾ നിർവഹിച്ചു, വസാമത്ത് ശഹ്റഹാ, റമദാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചു, വഹഫലത്ത് ഫർജഹാ, അവളുടെ ഗുഹ്യസ്ഥാനം അവൾ സംരക്ഷിച്ചു, വഅതാഅത്ത് സൗജഹാ, ഭർത്താവിന് വഴിപ്പെട്ടു, എന്നാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇനി സഹോദരിമാരെ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ പ്രായം ചെന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും.
ഉപ്പമാരോട് പ്രധാനമായിട്ടും ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് നമ്മുടെ മക്കളോട് അങ്ങേയറ്റം സ്നേഹമുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും നമ്മുടെ സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുക്കരുത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അനന്തരാവകാശം എന്ന് പറഞ്ഞത്. അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതിന് ശേഷം കിട്ടുന്നതാണ്. അതാണ് അനന്തരാവകാശം എന്നാണ് ഇതിന് പറയുന്നത്. ജീവിതകാലത്ത് കൊടുക്കരുത്. ഞങ്ങളെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉമ്മ, ഞങ്ങൾ അടുത്തുള്ള സ്ഥലമാണ്, വണ്ടൂരുള്ള, എന്റെ നാട്ടിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. ഒരു ഉമ്മ ഹൈവേ റോഡിന്റെ വക്കത്ത് ഈ ഉമ്മക്ക് കോടികൾ വിലമതിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. 5 ആൺമക്കളുണ്ട്. ഈ 5 ആൺമക്കളുള്ള ഈ ഉമ്മ ജീവിതകാലത്ത് തന്നെ ഇനിയിപ്പോ എന്റെ മരണശേഷം മക്കള് അടികൂടണ്ട എന്ന് വിചാരിച്ച് ഓരോ മക്കൾക്കും എഴുതി കൊടുത്തു. അങ്ങനെ ആ ഉമ്മ, പിതാവ് മരണപ്പെട്ടു പോയി, ഉമ്മ ഓരോ മക്കളുടെയും അടുത്ത് നിൽക്കും. അങ്ങനെ ഉമ്മക്ക് സുഖമില്ലാതെയായി. ഞങ്ങളെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഒരു മകൻ പറഞ്ഞു, ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, കുട്ടിയൊക്കെ പരീക്ഷയാണ് മറ്റാണ് എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. അങ്ങനെ ആംബുലൻസ് 1ാമത്തെ മകന്റെ മുറ്റത്ത് നിർത്തി, ഇവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞു. ആരെ? സ്വന്തം ഉമ്മയെ. ഉണ്ടായ സംഭവം പറയുന്നത്, കഥ അറിയില്ല. ആംബുലൻസ് 2ാമത്തെ മകന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. അവിടെയും ഓരോ കാരണങ്ങൾ പറഞ്ഞു ഇവിടെ ഇറക്കണ്ടെന്നാണ്. 3ാമത്തെ മകന്റെ വീട്ടിലേക്ക് പോയി ആംബുലൻസ് ഡ്രൈവർ, അവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 5 മക്കൾ അവിടെ ഇറക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പിന്നെ ആംബുലൻസ് പോയത്. കോടിക്കണക്ക് സ്വത്തുള്ള ഉമ്മയാണിത്. അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു മുസ്ലിം SI ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അവിടെയുള്ള പ്രമുഖരൊക്കെ കൂടിയിട്ട് ചർച്ച ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് തീരുമാനം ഉണ്ടായി, ഒരാഴ്ച ഒരു മകൻ നോക്കട്ടെ, അടുത്ത ആഴ്ച 2ാമത്തെ മകൻ നോക്കട്ടെ, 3ാമത്തെ ആഴ്ച മറ്റേ മകൻ നോക്കട്ടെ എന്ന് തീരുമാനം ഉണ്ടായി. അങ്ങനെ പോലീസ് തീരുമാനിച്ചതനുസരിച്ചാണ് പിന്നെ സ്വന്തം മകന്റെ വീട്ടിക്ക് ഇത്രയും അധികം സംഖ്യയുള്ള ഉമ്മയെ കൊണ്ടുപോയത്. ഇതാണ് ഇന്നത്തെ കാലം. മറ്റൊരു ചരിത്രം, മഹാനായ വന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു തആല ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഉസ്താദിനെ എല്ലാവർക്കും അറിയായിരിക്കും. എറണാകുളത്തുകാർക്ക് പ്രത്യേകം ഉസ്താദുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഉസ്താദ് ഇങ്ങോട്ടും ഉണ്ട്, കടപ്പാടും ഉണ്ട്. കാരണം വന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന് സുഖമില്ലാതെയായ സമയത്ത് വന്യരായ കൽത്തറ ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനെ നമുക്ക് അവിടെയാണ് വലിയ ഡോക്ടർ ഉള്ളത്, അമൃതയില്, അതുകൊണ്ട് ഉസ്താദിനെ ഞാൻ പറഞ്ഞയക്കുന്നുണ്ട്, വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഉസ്താദ് അതിന് വേണ്ടതൊക്കെ ചെയ്തു. ഇവിടെ നിന്ന് പോയി ശനിയാഴ്ചയാണ് ഇവിടെ നിന്ന് പോയതെങ്കിൽ ഞായറാഴ്ചയാണ് ഉസ്താദ് വഫാത്തായത്. അതുവരെയുള്ള എല്ലാ ഒത്താശകളും ചെയ്തത് വന്യരായ കൽത്തർ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചെയ്തവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവരും പലരും, ആ വീട്ടുകാരൊക്കെ പലരും മരണപ്പെട്ടു പോയി. അവിടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഞങ്ങളുടെ നാട്ടിലുള്ള വലിയ അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു സദഖത്തുള്ള മുസ്ലിയാർ, നവ്വറല്ലാഹു മർക്കദഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലം മലപ്പുറത്ത് ആ ഭാഗത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 5 മക്കളുള്ള ഒരു പിതാവ് ജീവിതകാലത്ത് തന്നെ സ്വത്തൊക്കെ ഏതായി മക്കൾക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ചെറിയ, ഞങ്ങളെ നാട്ടിലെ സമ്പ്രദായം ഉണ്ട്, ചെറിയ മകന്റെ വീട്ടിലായിരിക്കും ചെറിയ വീടും സ്ഥലമൊക്കെ ചെറിയ മോനാണ് കിട്ടുക. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, അങ്ങനെ നാട്ടിലാക്കില്ലേ, ഇവിടെ അങ്ങനെ തന്നെ. അങ്ങനെ അവിടെ ഒന്നും ഈ മരുമകൾ വലിയ തറവാട്ടിൽ നിന്ന് വന്നാണ്. ഇവർക്ക് ഒരുപാട് കൃഷി ചെയ്യുന്ന പാടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെയൊക്കെ ഈ കൃഷി, ഈ നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കിളികൾ വന്ന് നെൽക്കതിരുകൾ കൊത്തിക്കൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പാടത്തിങ്ങനെ ഒരാൾ പോയിട്ട് വല്ല ടിന്നിലോ മറ്റോ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ അതിനൊരാളുണ്ടായിരുന്നു, ഒരു വേലക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം ഇയാൾ വന്നില്ല.
അപ്പൊ ചെറിയ മരുവാളെ വീട്ടിലാളപ്പോ വാപ്പ നിക്കണേ. ഈ മരുവാള് പറഞ്ഞു, വാപ്പ അങ്ങളാടെ പാടത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ കഞ്ഞി ഞാനാണ് കൊടുത്തയക്കാന്ന്. ആരോടത് പറയുന്ന? ഇത്രയും വലിയ സമ്പന്നനായ മുതലാളി ഇയാളോടത് പറയുന്നു. മരുവളെ ഭരണല്ല ഇവിടെ പോകാൻ പറ്റുമോ? നീ വാപ്പ പോയി. ഇത്രയും വലിയ, ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇയാളെന്തങ്ങനെ പാടത്ത് പോയിട്ട് ഇന്നമ്മയും കൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് സദഖത്തുൽ മുസ്ലിയാരുടെ പിതാവ് ഒരു വീട്ടിൽ മൗലിദ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. ഈ ആചാര്യ അവിടെ ഇങ്ങനെ കൊട്ടിയിരിക്കുന്നുണ്ട്. ഈ നാട്ടിലെ പ്രമുഖനായ വ്യക്തിയാണ് ആചാര്യ. എന്തേ ആചാര്യ എങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചു. ഇയാൾ അങ്ങോട്ട് കരഞ്ഞു. എന്നിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞു. ഞാനിപ്പോ തെറ്റ് ചെയ്തു. എന്താ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ സമ്പത്ത് മുഴുവനും ജീവിതകാലത്ത് ഞാൻ എന്റെ മക്കൾക്ക് എഴുതി കൊടുത്തു. അവരൊക്കെ ഗൾഫിനും മറ്റൊക്കെ പോയി വലിയ സമ്പന്നരാണ്. മരുമക്കളൊക്കെ വലിയ സമ്പന്നന്മാർ തന്നെയാണ്. പക്ഷെ എന്നെ പോൽക്കും ഒരു വിലയില്ല, ആർക്കും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആചാര്യ ചോദിച്ചു, ഒരു പവന്റെ ഒരു കോയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഒരു പവന്റെ ഒരു കോയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അതെങ്ങനെയും ഞാൻ സംഘടിപ്പിക്കാന്നാണ്. എന്നാ അതുണ്ടാക്കി നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ, ബാക്കി ഞാൻ ശരിയാക്കി തരാന്നാണ്. അങ്ങനെ ഇയാള് ഒരു പവന്റെ ഒരു കോയിൻ, കുറെ മുമ്പല്ലേ, അന്ന് വലിയ സംഖ്യ ഒന്നും ആവശ്യമല്ല, ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴേക്ക് ഈ ആചാര്യ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ ചട്ടി ഉണ്ടല്ലോ, കലം മണ്ണിന്റെ, അത് കേടുന്ന ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഓരോ കോയിന്റെ അതേ വലുപ്പത്തിൽ കുറെ ചട്ടിന്റെ പൊട്ടുണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇതൊരു സഞ്ചിയിലിട്ടിട്ട് ഈ ആചാര്യോട് പറഞ്ഞു, നിങ്ങൾ നാളെ പാടത്തേക്ക് പോകുന്ന സമയത്ത് ഈ സഞ്ചി ഇങ്ങനെ തൊക്കിൽ വെക്കുക. എന്നിട്ട് ആരോ കാണുന്നുണ്ടോ അല്ലേ എന്നൊക്കെ അങ്ങനെ നോക്കിയിട്ട്, എന്തോ വലിയ സാധനം എടുക്കും പോലെ ആരോ നോക്കുന്നുണ്ടോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വെല്ലെടുത്ത് ഇവിടെ വെക്കുക. വേലക്കാരത്തി കഞ്ഞേറ്റ് വരുമല്ലോ, അപ്പൊ നിങ്ങൾ ആ ഒരു കോയിൻ എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ ചൊറുക്ക് നോക്കിയിരിക്കുക എന്നാണ്. അപ്പൊ ഓള് കണ്ടു കണ്ടില്ല എന്നുള്ളതൊക്കെ സഞ്ചി കന്നുണ്ട് ഇടണമെന്നാണ് ഇങ്ങനെ ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ആചാര്യ ഈ ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം വേലക്കാരി ഇങ്ങനെ കഞ്ഞിയുമായി വന്ന സമയത്ത് ആചാര്യ ഇങ്ങനെ ഏതാണ് ഈ ഒരു കോയിൻ, സ്വർണ്ണിന്റെ കോയിൻ ഉണ്ടല്ലോ, എന്റെ ചൊറുക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇവള് കണ്ടു കണ്ടില്ല എന്നുള്ളതൊക്കെ സഞ്ചി കിട്ടും. ഈ പെണ്ണ് വന്ന് വീട്ടിൽ പറഞ്ഞു, നിങ്ങൾ ആചാര്യം ആപ്പലിനെ ആ പാടത്ത് കൊണ്ടുപോയി ഇരുത്തണ്ടെന്നാണ്. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കിയ ആചാരം മുതൽ മുഴുവനും നിങ്ങൾക്ക് കിട്ടിയെന്നാ? മുഴുവനും കിട്ടിയിട്ടില്ല. എന്തേന്ന് ചോദിച്ചു. ഒന്നുമല്ല, ഞാൻ ഇന്നലെ ചെന്നപ്പോ ഈ ആചാര്യ ഒരു സ്വർണത്തിന്റെ കോയിൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ കണ്ടതോടുകൂടി ആചാര്യ ഈ സഞ്ചി കിട്ടു. ഒന്ന് മാത്രമല്ല, ഒരുപാട് ഏതുണ്ട് ആചാര്യത്തുണ്ട്. അതുകൊണ്ട് വാപ്പാനെ കൊന്ന ആരെങ്കിലും മുതലേറ്റ് പോകും, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞിൽ ഓരോ മക്കളും ഫോൺ ചെയ്യാൻ തുടങ്ങി. വാപ്പ ഒരു ദിവസം നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കണം, ഒരാഴ്ച പിടക്കണം വാപ്പ എന്നാണ് എല്ലാവരും വലിയ ലോകി. ആ സമയത്ത് വാപ്പ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കി, മുഴുവനും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ലോഹ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് തരൂല. ഇത് ഞാൻ കാളിയെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്, പള്ളിയിലെ കാളിയെ നമുക്ക് ഏൽപ്പിക്കാം. എന്നിട്ട് ഞാൻ മരണശേഷം എൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി കാളിന്റെ അടുത്ത് വാങ്ങിക്കൊള്ളുകൊണ്ടും എന്ന് പറഞ്ഞ് എല്ലാ മക്കളെയും കൂട്ടി കാളിയുടെ അടുത്ത് പോയി. കാളിയാരൊന്നും അറിയാത്ത മാതിരി ചോദിച്ചു, എന്താണ് നിങ്ങൾ വന്നത്? ഇന്ന വിഷയത്തിന് വേണ്ടി വന്നതാണ്. ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ എന്നാണ് ഒരു രേഖയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒപ്പിട്ടിട്ട് കാളിയെടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തു. ഈ മക്കള് മനസ്സിലാക്കിയത് മുഴുവനും സ്വർണ്ണാണെന്നാ. അങ്ങനെ ഇയാള് മരിച്ചു. മരണം കഴിഞ്ഞാല് 3, 7, 14, 40 ഇതൊക്കെ കഴിക്കാറുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൽ തെളിവുള്ളതാണ്, സഹാബാക്കിറാം പഠിപ്പിച്ചതുമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മക്കൾ ചെന്നു. എന്തേ പോന്നു? ഒന്നുമില്ല, നമ്മൾ ഇന്നാളെ ഏൽപ്പിച്ച അപ്പൊ കാളിയാർ എന്ത് ചെയ്തു? ഈ സഞ്ചി എടുത്തിട്ട് മുന്നിൽ അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു കോയിൻ എടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ വാപ്പാൻ്റെ, വാക്കൊക്കെ ചട്ടിപ്പോട്ട എന്റേതാണെന്നാണ്. എന്നിട്ട് ഇവരെ എന്ത് ഹംകളങ്ങള്, ഹംക്ക് എന്ന് പറഞ്ഞാൽ വിഡ്ഢി പൊട്ടുന്നതിന് അർത്ഥമുള്ളൂ. എന്ത് ഹംകളങ്ങള്, ഇത്രയും അധികം മുതൽ നിങ്ങൾക്ക് നിങ്ങളെ വാപ്പ എന്നിട്ട് ഇതാണോ നിങ്ങളോട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നന്നാക്കിയാണ് ചീത്ത പറഞ്ഞാര് ഈ മൂലിയാരി മക്കളെ.
അല്ല, ആ ഒരു പോയിന്റ് കൂടി മൂല്യർക്ക് സംഭാവന എത്തോട് പോയി. ഇതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠമുണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലുമുള്ളത്. സഹോദരന്മാരെ, അതേസമയം മഹാനായ പണ്ഡിതന്മാര് വിശദീകരിച്ചതായി നമുക്ക് കാണാം. വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ താവൂസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, കാന റജുലുൻ ലഹു അർബഅത്തു ബനീൻ, ഒരാൾക്ക് 4 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഫമരിദ, ഈ വ്യക്തിക്ക് രോഗം. ഇങ്ങനെ നമ്മളോട് പറഞ്ഞാൽ നമ്മളെന്തായി പറയാ? ഞങ്ങൾക്ക് വാപ്പാന മതി, സ്വത്തൊന്നും വേണ്ടാന്ന് പറയോ? അങ്ങനെയാണ് പറയേണ്ടത്. ഈ മകൻ പറഞ്ഞത് കാലു, അവര് പറഞ്ഞു ബൽ മരിയതുഹു, എന്നാ ഈ നോയിക്കോ, കാരണം ഞങ്ങൾക്ക് അനന്തരം കിട്ടാതെ പറ്റൂല. നിനക്ക് അനന്തര സ്വത്തിൽ നിന്നൊന്നും ലഭിക്കൂല, വാപ്പാനാണ് തരാ, വേറൊന്നും പണൊന്നും തരൂലെന്ന്. അങ്ങനെ സഹോദരന്മാരെ, ഈ 3-ൽപ്പെട്ട ഒരാള് അത് ഏറ്റെടുക്കുകയും ഫമറലഹു, ആ പിതാവിനെ ശുശ്രൂഷിക്കുകയും ഹത്താമാത്ത, അങ്ങനെ പിതാവ് മരണപ്പെട്ടുപോയി. വലം യഖുദ് മിൻ മാലിഹി ശയ്യാ, ഇയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് ഒന്നും ഈ മകൻ വാങ്ങിയില്ല, ഒന്നും വാങ്ങിയില്ല. സ്വത്തൊക്കെ നിങ്ങൾ ഓഹരിച്ചെത്തോളിയും, എനിക്ക് വാപ്പാൻ 5 പൈസ വേണ്ട, എനിക്ക് വാപ്പാനങ്ങൾ തന്നല്ലോ, അത് തന്നെ എമ്പാടും മതി. ഇനി വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഫൗത്തിയ ഫിന്നവും, ഇയാൾ ചെയ്ത നല്ല ഒരു സൽക്കർമ്മമാണ്. അങ്ങനെ ഉറക്കത്തിൽ ഇദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്, ഒരാൾ വന്ന് പറയുകയാണ് ഈ വ്യക്തിയോട്, യുത്തി മക്കാന കദാ വകദാ, നീ ഇന്ന സ്ഥലത്ത് ചെല്ലണം, ഫഖുദ് മിൻഹു 100 ദീനാർ. അങ്ങനെ ആ സ്ഥലത്ത് നിനക്കൊരു 100 ദീനാർ, 100 ദീനാറിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, അത് പോയി എടുക്കണം എന്നാണ്. സ്വപ്നം കാണുകയാണ്, ഇന്ന സ്ഥലത്ത് പോകണം നീ, അവിടെ ഒരു 100 ദീനാറുണ്ട്, അത് നീ എടുക്കണം. ഉറക്കത്തിൽ കാണാണ്. ഫഖാല ഫീ നൗമിഹി, അപ്പോൾ ഈ വന്ന് പറഞ്ഞാളോട് ഈ വ്യക്തി ചോദിക്കുകയാണ്, അഫീഹാ ബറക്കത്തുൻ, ആ 100-ൽ വല്ല ബറക്കത്തുമുണ്ടോ? ബറക്കത്തുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ 100 ദീനാർ, ദീനാർ എന്ന സ്വർണ്ണാണ്. 100 ദീനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 പവനുണ്ടാവും, ഏകദേശം. ഇത്രയും വലിയ സ്വർണ്ണാണ്, നിനക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, പോയി എടുത്തോന്നാ പറയുന്നത്. അപ്പൊ ഇയാള് ചോദിക്കാണ്, 100 ദീനാർ കൊണ്ട് എനിക്ക് കാര്യമല്ല, ബറക്കത്തുണ്ടോ എന്ന് ചോദിച്ചു. കാലു, അവര് പറഞ്ഞില്ല, ബറക്കത്തൊന്നുമില്ല, 100 ദീനാർ നിനക്ക് എടുക്കാം. ഫസ്ബഹ, അങ്ങനെ ഇദ്ദേഹം ഉറക്കത്തിലാണല്ലോ കണ്ടത്, പ്രഭാതത്തിലായി. ഫദക്കറ ദാലിക ലിംറഅതിഹി, ഈ സ്വപ്നം തന്റെ ഭാര്യയുമായി പങ്കുവച്ചു. ഭാര്യനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ഒരാൾ എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് വേണ്ടി 100 ദീനാർ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പോയി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ബറക്കത്തുണ്ടോ? ബറക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്ത്? ഹുദ്ഹ, നിങ്ങൾ എന്ത് മനുഷ്യനാ, പോയി എടുക്കേ. ഫഇന്ന മിൻ ബറക്കത്തിഹ, ബറക്കത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് 100 ദീനാർ തരാന്ന് പറഞ്ഞിട്ട് പോയി എടുത്തു കൊണ്ടുവരും. അന്തഖ്തസിയ മിന്നാ വതഈശ ബിഹാ, നമുക്കല്ല വസ്ത്രം വാങ്ങാലോ. സ്ത്രീകൾക്ക് ഈ വസ്ത്രത്തോട് ഭയങ്കര താല്പര്യമായിരിക്കും. 100 കൂട്ടുണ്ടെങ്കിലും അങ്ങാടിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു തുണി എടുക്കണ്ട ഓന്നറിയും. 100 കൂട്ടുണ്ടെങ്കിലും, കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു കാരണമുണ്ട്. എന്താണത്? എല്ലാവരുടെയും ഉമ്മയാണല്ലോ ഹവ്വാ റളിയല്ലാഹു അൻഹ. ഹവ്വാ ബീബി ജനിച്ചേന സ്വർഗത്തിലാണ്, ജനിച്ചത് തന്നെ എവിടെയാണ്? സ്വർഗത്തിലാണ്. ഏതായാലും ഈ സ്ത്രീ അത് പറഞ്ഞു. ഫഅബാ, ഇയാള് ഭാര്യന്റെ അഭിപ്രായം ചോദിച്ചാലും ഭാര്യ പറഞ്ഞൊന്നും കേട്ടില്ല. ഭാര്യമാരോട് നമ്മൾ ഏത് വിഷയം നടത്തുമ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കൂടിയാലോചന ആവശ്യമാണ്. അത് കുട്ടികളുടെ പഠനമാണെങ്കിലും എന്ത് പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഭാര്യമാരോടും കൂടെ ഒരു കൂടിയാലോചന നടത്താം, മക്കളോട് ഒരു കൂടിയാലോചന നടത്താം, എന്നിട്ട് ഒരു കാര്യം ചെയ്യാം. കാരണം നമ്മൾ തീരുമാനിച്ച അഥവാ അബദ്ധമായി പോയി നിൽക്കുക, എന്നാ ഒരു കുറ്റം പറയില്ല.
അല്ലെ ഞങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല അങ്ങനെ വേണ്ട എന്ന് പറയും. ഇതിനവർക്ക് അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യയുമായി ഇവരേതായി കൂടിയാലോചന നടത്തി. ചോല് പറയുന്നൊക്കെ സ്വീകരിക്കണം എന്നുണ്ടോ? ഇല്ല. കൂടിയാലോചന നടത്തിയാലും ഏത് നമ്മൾ കാണുന്ന അഭിപ്രായം അനുസരിച്ച് ചെയ്താൽ മതി. എന്നാലും കൂടിയാലോചന നടത്തിയാൽ അവരെ കൂടെ പരിഗണിച്ചു എന്നൊരു മനസ്സമാധാനം അവർക്കുണ്ടാവും. ഇനി അഥവാ അബദ്ധം സംഭവിച്ചാൽ അതിന്റെ പേരിൽ നമ്മളെ അവർ കുറ്റം പറയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം പോയില്ല. അങ്ങനെ ഫലമ്മ അംസ, അടുത്ത രാത്രി വൈകുന്നേരമായപ്പോൾ ഉത്തിയ ഫിന്നവും, നേരത്തെ വന്നാൾ രണ്ടാമത്തെ ദിവസവും വന്നു. ഫഖീല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യത്തി മക്കാന കദാ വകദാ, ഇന്ന സ്ഥലത്ത് ചെല്ലണം. ഫഖുദ് മിൻഹു 10 ദനാനീർ, 10 ദീനാറുകൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ 100 ആയിരുന്നു, ഇപ്പോൾ അത് 10 ചുരുങ്ങി. ഫഖാല ഫീഹാ ബറക്ക, അതിൽ വല്ല ബറക്കത്തുണ്ടോ? ഖാലൂല, ബറക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ഫഅസ്ബഹ ഫദക്കറ ദാലിക ലിംറാതിഹി, ഭാര്യനോട് ഈ അഭിപ്രായം പങ്കിട്ടു. ഫഖാലത്ത് ലഹു മിസ്ല ദാലിക, നേരത്തെ പറഞ്ഞേനെ പറഞ്ഞു നമുക്ക് സുഖമായി ജീവിക്കാം, 10 എങ്കിൽ 10 അത് പോയി എടുക്കുന്നതാണ്. ഇദ്ദേഹം കൂട്ടാക്കിയില്ല. അങ്ങനെ 3-ാമത്തെ രാത്രിയും ഇയാൾ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറയുകയാണ്, അനിയത്തി മക്കാന കദാ വകദാ, ഇന്ന സ്ഥലത്ത് പോകണം. ഫഖുദ് മിൻഹു ദീനാറാ, അവിടെ 1 ദീനാറിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, അത് നീ എടുക്കണം. ഫഖാല അഫീഹി ബറക്ക, അതിൽ ബറക്കത്തുണ്ടോ? ഖാലൂ നഅം, അതെ ബറക്കത്തുണ്ട്. 100 ബറക്കത്തില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കി, 10 ബറക്കത്തില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കി. 1 പള്ള്, അതിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ഫദഹബ, അങ്ങനെ ഇദ്ദേഹം പോയി. വഅഖദ ദീനാറ, ദീനാർ കയ്യിലെടുത്തു. സുമ്മ ഖറജ ബിഹി ബില സൂഖ്, അങ്ങനെ കിട്ടിയ 1 ദീനാറുമായി ഇയാൾ അങ്ങാടിയിലേക്ക് പോകുന്നു. ഫൈദാ ബിറജുലിൻ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തി യഹ്മിലു ഹുത്തൈനി, 2 മത്സ്യങ്ങളുമായി വരുന്നുണ്ട്. 2 മത്സ്യങ്ങൾ, നല്ല പുതിയ 2 മത്സ്യങ്ങൾ. ഫഖാല ബികം ഹാദാൻ, ഈ 2 മത്സ്യങ്ങൾ നീ എത്ര ദീനാറിന് വിൽക്കും? ഫഖാല, അപ്പോൾ ഈ മത്സ്യത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ബി ദീനാർ, 1 ദീനാർ തന്നാൽ ഈ 2 മത്സ്യങ്ങളും ഞങ്ങൾ തരാം. ഫഅഖദ ഹുമാ മിൻഹു ബിദ്ദീനാർ, ഈ സ്വപ്നത്തിലൂടെ നിർദ്ദേശമനുസരിച്ച് ലഭിച്ച 1 ദീനാർ കൊടുത്ത് ഈ 2 മത്സ്യങ്ങൾ വാങ്ങി. സുമ്മന്തലക്ക ബിഹിമ, അങ്ങനെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് 2 മത്സ്യങ്ങളും പൊളിച്ചു നോക്കുന്ന സമയത്ത് ഓരോ മത്സ്യത്തിന്റെയും വയറ്റിൽ ഒരു മുത്ത് കിട്ടി. ദുർറത്ത് മുത്ത്. ലം യറന്നാസു മിസ്ലഹാ, ഇത്രയും ഭംഗിയുള്ള മുത്ത് അന്ന് വരെ ആരും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള 2 മുത്ത് 2 മത്സ്യങ്ങളുടെയും വയറ്റിൽ. സുമ്മന്തലക്ക ബിഹിമ, അങ്ങനെ 2 ഫമഅസൽ മലിക്കു, ആ സമയത്താണ് ആ നാട്ടിലുണ്ടായിരുന്ന രാജാവ് ബിദുർറത്തിൻ, ഒരു മുത്ത് വാങ്ങാൻ വേണ്ടി. രാജാക്കന്മാര് മേശയുടെ പുറത്ത് ഇങ്ങനെ മുത്തുകൾ, നല്ല ഭംഗിയുള്ള മുത്തുകൾ ഇങ്ങനെ വെക്കും. അതായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്ന സ്വഭാവം. നമ്മൾ മുത്ത് കിട്ടാത്തതുകൊണ്ട് അതിനോട് സാദൃശ്യമുള്ള കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു മുത്ത് അന്വേഷിച്ച്, കാരണം രാജാവിന്റെ അടുത്ത് 1 മുത്തുണ്ട്, ഇതിന്റെ കൂടെ വെക്കാൻ മുത്ത് കിട്ടണം, 2-3 എങ്കിലും വേണം. അതിനു വേണ്ടി ഒരാളങ്ങനെ പറഞ്ഞയച്ച് മുത്ത് അന്വേഷിച്ച് കിടക്കുന്നുണ്ട് ഒരാൾ. ഫലം ദൂജതയില്ല ഇൻദഹു, രാജാവ് അന്വേഷിക്കുന്ന നിലക്കുള്ള മുത്ത് ഈ വ്യക്തിയുടെ അടുത്ത് മാത്രമാണുള്ളത്. ഫബാഅഹ, അങ്ങനെ ആ മുത്തിനെ രാജാവിന് വിറ്റു. ബിവഖരി 30 ബഗ്ലൻ ദഹബൻ, 30 കോവർ കഴുതകൾക്ക് വഹിക്കാൻ മാത്രമുള്ള സ്വർണത്തിന് പകരമാണ് വിറ്റത്. 30 കഴുതകൾക്ക് വഹിക്കാനുള്ള ചുമട്, അത്ര സ്വർണം, അതിന് പകരം ഈ 1 മുത്ത് വിറ്റു. അതാണ് ബർക്കത്ത് എന്നുള്ളത്. നേരത്തുള്ള 100 എടുത്തിക്കണമെങ്കിൽ ഈ ബർക്കത്ത് കിട്ടുമോ? ആ 100 ഒതുങ്ങും. 10 എടുത്തിരുന്നെങ്കിൽ ഈ ബർക്കത്ത് കിട്ടുമോ? ഇല്ല, 10 ഒതുങ്ങും. ഇപ്പൊ കിട്ടിയതാണ് മുത്തിന്റെ വില. 30 കോവർ കഴുതകൾക്ക് വഹിക്കാൻ മാത്രമുള്ള സ്വർണം. എത്ര ഉണ്ടാകും? ഫലമ്മാ റആഹൽ മലിക്കു, ഇത്രയും സ്വർണം കൊടുത്ത് വാങ്ങിയ മുത്ത് രാജാവ് കണ്ടപ്പോൾ രാജാവ് പറയാണ്, മാ തസ്ലഹു ഹാദിഹി ഇല്ലാ ബി ഉഖ്തിൻ, ഇതിനൊരു സഹോദരി കൂടെ വേണം, എന്നാലേ ഇപ്പൊ ഉഷാറാകുള്ളൂ. അതുകൊണ്ട് ഫത്ലുബു മിസ്ലഹാ,
ഏത്? നേരത്തെ മുത്ത് തന്ന ആ വ്യക്തിയോട് തന്നെ പോയി ഒന്ന് അന്വേഷിക്കാം. നീ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല, ഒക്കെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇരട്ടി തരാം. നേരത്തെ 30 കഴുതകൾക്ക് വഹിക്കാനുള്ള സ്വർണ്ണല്ലേ, നീ 60 കഴുതകൾക്ക് വഹിക്കാനുള്ള സ്വർണം രണ്ടാമത്തെ മുത്തിന് തരാം. നേരത്തെ തന്ന മുത്തിന്റെ സഹോദരി നിന്റെ കൈവശമുണ്ടോ? നേരത്തെ തന്നതിന്റെ ഇരട്ടി നിങ്ങൾക്ക് ഞാൻ തരാം. ഈ മുത്തിന്റെ ഉടമ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഖാലൂന അങ്ങനെ ചെയ്യാം. അങ്ങനെ 60 കഴുതകൾക്ക് വഹിക്കാൻ മാത്രമുള്ള സ്വർണത്തിന് പകരമാണ് രണ്ടാമത്തെ മുത്ത് വാങ്ങിയത്. അതേ സമയത്ത് അനന്തരം കിട്ടിയ മക്കളോ, ഇതിന്റെ ലക്ഷത്തിലൊരു അംശമുണ്ടോ അപ്പൊ അവർക്ക്? ഇല്ല. അപ്പൊ ഇത്രയും വലിയൊരു ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് നൽകിയത് എന്തുകൊണ്ടാണ്? സ്വന്തം എനിക്ക് സ്വത്തൊന്നും വേണ്ട, എനിക്ക് ഉപ്പയെ മതി എന്ന് പറഞ്ഞ് ആ ഉപ്പയെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് മരണപ്പെടുന്നത് വരെ ചെയ്തത് കൊണ്ടാണെന്ന് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിന്റെ സഹോദരിമാരോട് പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിന്റെ ഉമ്മമാര് പ്രായം ചെന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉപ്പമാര് പ്രായം ചെന്നവരുണ്ടെങ്കിൽ ഉപ്പ എനിക്കൊരു ശല്യമാണ്, ഉമ്മ എനിക്കൊരു ശല്യമാണ് എന്നൊരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഇന്ന് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്ന എന്താണ് അതിന്റെ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മക്കള്, ഒരു ഉമ്മ എത്രയാണ് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു മകനെ പ്രസവിക്കുകയും ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും 2 വയസ്സ് വരെ കുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ഉപ്പ എത്ര സ്നേഹമുള്ള ഉപ്പയാണെങ്കിലും ഒന്ന് കാട്ടിക്കാരനെ 2 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും, എന്നാ പിടിച്ചോ എന്നാ തന്നെ കൊടുക്കും, മൂത്രമൊഴിക്കും, കാഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് ഉമ്മമാര് നിങ്ങൾ നോക്കൂ, ഉമ്മമാര് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കുകയാണ്, നബിയെ ഞാൻ കൂടുതൽ കടമപ്പെട്ടത് ആരോടാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞു, നിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചു, നബിയെ പിന്നെ എനിക്ക് ആരോടാണ് കടപ്പാട്? വീണ്ടും പറയുന്നു, ഉമ്മുക്കാനിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചു, നബിയെ എനിക്ക് ആരോടാണ് കൂടുതൽ കടപ്പാട്? ആ സമയത്ത് വീണ്ടും പറയുന്നു, നിന്റെ ഉമ്മയാണ്. 4ാമത് ചോദിച്ചപ്പോൾ പറയുന്നു, അബൂഖാനിന്റെ വാപ്പയാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞത് നമുക്ക് കാണാം. ആകെയുള്ള കടപ്പാടിനെ 4 ഭാഗമായി ഭാഗിച്ചാൽ അതിൽ 3ഉം നമുക്ക് കടപ്പാടുള്ളത് ആരോടാണ്? ഉമ്മയോടാണ്. 1% മാത്രമാണ് വാപ്പയോടുള്ളത്. എന്താണ് ഈ 4 കാരണം വരാൻ കാരണം? ഒന്ന്, ഈ ഉമ്മയാണ് ഗർഭം ധരിച്ചത്, വാപ്പ ഗർഭം ധരിച്ചിട്ടില്ല. ഉമ്മയാണ് നൊന്ന് പ്രസവിച്ചത്, വാപ്പ പ്രസവിച്ചിട്ടില്ല. ഉമ്മയാണ് വളരെ കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ വളർത്തുന്നത്, വാപ്പ വളർത്തുന്നില്ല. അതിന് വേണ്ട സൗകര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് വാപ്പയാണ്. എന്നാൽ ഈ മുലപ്പാൽ 2 വർഷം വരെ മുലപ്പാൽ കൊടുക്കുന്നത് ഉമ്മയാണ്. ഇതിനാണ് 4ൽ 3 ഭാഗവും ഉമ്മയോടാണ് ബാധ്യത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ പ്രായം ചെന്ന് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കാൻ പാടില്ല. എന്താണ്? വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമമായി തീരുമാനിച്ച കാര്യമാണ്. അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് എടുക്കാവൂ, ആരാധന ചെയ്യാവൂ. ഇത് അല്ലാഹ്ക്ക് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അല്ലാഹു മാത്രമാണ്. അപ്പൊ അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ട ഒരു ആരാധന മറ്റൊരാൾക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ അക്രമമാണ് പറയുന്നത്. ഉദാഹരണമായി, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തെറ്റേതാണ്? ഏറ്റവും വലിയ തെറ്റേതാണ്? കൊലപാതകമാണോ? അല്ല, ചാരപ്പണി.
ചാരപ്പണി എന്നുള്ള എന്താ ചാരപ്പണി എന്ന് പറഞ്ഞാല് ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റി ഇന്ത്യ രാജ്യത്ത് താമസിക്കുകയും എന്നിട്ട് ഇന്ത്യയെ ശത്രു രാജ്യങ്ങൾക്ക് ഉറ്റിക്കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ചാരപ്പണി എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ തെറ്റ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കലും ഏറ്റവും വലിയ തെറ്റ് ചാരപ്പണി തന്നെയാണ്. എന്നാണ് ചോറിവിടെ കൂറവിടെ എന്ന് നമ്മൾ പറയലുണ്ടല്ലോ. ഇതൊരിക്കലും അള്ളാഹ് അംഗീകരിക്കൂല. അതാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹുവിന് മറ്റൊരാള് പങ്കു ചേർക്കുന്ന ഒരിക്കലും അള്ളാഹു തആല ഇഷ്ടപ്പെടൂല. അതേ സമയത്ത് യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇതല്ലാത്ത എന്ത് തെറ്റ് ചെയ്താലും 100 ആളെ കൊന്നാക്ക് വരെ അള്ളാഹു തആല പുറത്തു കൊടുത്ത ഹദീസിൽ കാണാം. വിചാരിച്ച് 100 ആളെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. അഥവാ സംഭവിച്ചു പോയാൽ അതാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്ത് വന്ന് ഒരാൾ ചോദിച്ചു, കൊന്നവന് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ഒരാൾ ചോദിച്ചത് എന്താണ്? കൊന്നവന് തൗബയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തൗബയുണ്ട് എന്നാണ്. ഒരു ക്ലാസ് തന്നെയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾ വന്ന് ചോദിച്ചു, കൊന്നവന് തൗബയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു തൗബയില്ല. അത് ശിഷ്യന്മാര് ചോദിച്ചു, എന്താ ഉസ്താദേ ഇപ്പൊ രാവിലെ ഒരു മറുപടി വൈകുന്നേരം വേറൊരു മറുപടി എന്ന് ചോദിച്ചു. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആദ്യം വന്നവൻ ഒരാളെ കൊന്ന് അതിൽ പക്ഷാതപിച്ച് വന്നതാണ്. അയാൾ കൊന്നുപോയി, അയാൾ പക്ഷാതപിച്ചു, അതുകൊണ്ട് അങ്ങേയറ്റം ഖേദിച്ചു വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തൗബണ്ട് എന്ന് പറഞ്ഞത്. രണ്ടാമത് വന്നവൻ തൗബ ഒരാളെ കൊല്ലാൻ വേണ്ടി ഉറപ്പിച്ചു വെച്ച് കത്തിയൊക്കെ റെഡിയാക്കി വെച്ച ആളാണ്. തൗബ ഉണ്ടെങ്കിൽ കൊല്ല, ഇല്ലെങ്കിൽ കൊല്ലണ്ടാന്ന് തീരുമാനിച്ച ആളാണ്. അതുകൊണ്ടാണ് അവനോട് ഞാൻ തൗബ ഇല്ല എന്ന് പറഞ്ഞത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും പറ്റി അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒന്നാണ് പരമമായ വണക്കം എന്നത്. ഇത് അല്ലാഹ് അല്ലാത്ത ഒരാൾക്ക് സമർപ്പിക്കുക, അത് അല്ലാഹു തആല ഇഷ്ടപ്പെടൂല. വേറൊരു ഉദാഹരണം പറയാം. ഒരു അമ്മോശനും മരുമകളും, ഒരു ഭർത്താവ് മകന്റെ ഭാര്യ ഈ വാപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നതിനോ വാപ്പാന്റെ വസ്ത്രം മലക്കി കൊടുക്കുന്നതിനോ ഇതിനൊന്നും മകന് കുഴപ്പമുണ്ടാവില്ല. അതേ സമയത്ത് മകന് മാത്രം സമർപ്പിക്കേണ്ട ഒന്നുണ്ട്, അത് വാപ്പാക്കും സമർപ്പിച്ചാലോ മകനായിട്ടും കാര്യമല്ല, തൊലാക്കണ് ചൊല്ലും. ഇതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും അള്ളാഹ്ക്ക് യാതൊരു വിരോധമല്ല. അതേ സമയത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട കാര്യം പരമമായ വണക്കം എന്നത് നബിക്ക് സമർപ്പിച്ചാലും വലിയന് സമർപ്പിച്ചാലും അള്ളാഹു തൊലാക്ക് ചൊല്ലും. അതാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മാതാപിതാക്കളോടുള്ള കാര്യത്തിൽ വേഗത്തിൽ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. 3 കാര്യങ്ങളാണുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുക. അതിനുള്ള ഫലം ഈ ദുന്യാവിൽ നിന്ന് തന്നെ കിട്ടും. മറ്റൊന്നാണ് ഗുരുനാഥന്മാരെ വെറുപ്പിക്കുക. അതിനുള്ള പ്രതിഫലവും ഈ ദുന്യാവിൽ നിന്ന് തന്നെ കിട്ടും. മറ്റൊന്നാണ് മർദ്ദിതൻ അക്രമപരമായിട്ട് ഒരാളെ മർദ്ദിക്കുക. അതാണ് മർദ്ദിതന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അതിനിടയിൽ ഒരു മറയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സബിദത്തിൽ വന്ന് ഒരാൾ ഇപ്രകാരം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് എന്റെ സ്വത്ത് പിടിച്ചെടുത്തിരിക്കുന്നു. മകൻ വന്ന് നബിനോട് പരാതി പറയാണ്, എന്റെ സ്വത്ത് മുഴുവനും എന്റെ വാപ്പ പിടിച്ചെടുത്തു. ഇവിടെ അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞിട്ട് എന്നായിക്കോട്ടെ. എന്റെ സ്വത്ത് മുഴുവൻ
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരും. ശ്രദ്ധ അവിടെ ഇരിക്കട്ടെ. അവസാനിപ്പിക്കും. ഈ മകൻ വന്ന് നബിയോട് പരാതി പറയുന്നത് എന്റെ സ്വത്ത് എന്റെ പിതാവ് പിടിച്ചെടുത്തു എന്നാണ്. അതുകൊണ്ട് അതിന് പരിഹാരം കാണണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പിതാവിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇപ്രകാരം പറഞ്ഞു, ആ പിതാവ് വന്നാൽ ആ പിതാവ് അയാളുടെ മനസ്സിൽ ആരോടും പറയാത്ത ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് നബിയെ നിങ്ങൾ ആ പിതാവിനോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ നിങ്ങളെക്കുറിച്ച് ചില പരാതികൾ പറയുന്നുണ്ടല്ലോ, അതല്ല മറ്റു പലർ. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പിതാവ് പറയാണ്, നബിയെ, ഞാൻ എൻ്റെ മകനെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില പദ്യങ്ങൾ ചൊല്ലുകയാണ്. അതിൽ പറയുന്നത്, ചെറുപ്പ സമയത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, അതുകൊണ്ട് ഇപ്പോൾ അവൻ കുറച്ച് അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളായപ്പോ എന്നെ തീരെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചില കവിതകൾ ഉരുവിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്തവ മാലുക ലിയബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിനുള്ളതാണ് എന്ന് പറഞ്ഞ് ആ മകനെ ഉപദേശിച്ച് വിടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മളോട് സംസാരിക്കും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റേ വിഷയം ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.